In this video, we are going to discuss about certain conversions in a number system. First one, binary to decimal conversion. നമുക്ക് ഒരു ബൈനറി നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണം. അതായത് ഒരു ബൈനറി നമ്പറിനെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഒരു ബൈനറി നമ്പറിനെ അതിൻ്റെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബൈനറി ഡിജിറ്റ്, അതായത് ബിറ്റ്, ആ ബിറ്റിനെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ റിസൾട്ടുകളെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ ഡിജിറ്റ് കിട്ടും. എന്താണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ? വെയിറ്റ് മീൻസ് ഒരു നമ്പർ സിസ്റ്റത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് റേസ് ടു അതിൻ്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം. സോ ഇൻ ദി കേസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം ബേസ് ഈസ് 2. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കാം? 2 raised to 0, 2 raised to 1, 2 square, 2 cube, etc. For example, convert 11011 to decimal. 11011 എന്ന കറസ്പോണ്ടിങ് ബൈനറി ഡിജിറ്റിനെ നമുക്ക് ഡെസിമലിലേക്ക് ബൈനറി നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഒരു ടേബിൾ വരച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ആദ്യം എഴുതണം. അപ്പോൾ 1 1 0 1 1. സോ ഇതിൻ്റെ സ്ഥാനം എന്താണ്? നമുക്കറിയാം അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് റേസ് ടു അതിൻ്റെ പൊസിഷൻ. അപ്പോൾ പൊസിഷൻ പറയുന്നത് 0, ഇവിടെ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് 0 1 2 3 4 എന്നാണ് നമ്മൾ ഇടാറ് അല്ലേ. അപ്പോൾ ഇവിടെ വെയിറ്റ് എന്താണ്? അത് ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആയതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 2 raised to 0, 2 raised to 1, 2 square, 2 cube, 2 raised to 4. 5 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 5 സ്ഥാനം 2 raised to 4 വരാൻ മതി. ഇനി ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സമ്മ് കാണണം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. 1 into 2 raised to 4 പ്ലസ് 1 into 2 cube പ്ലസ് 0 into 2 square പ്ലസ് 1 into 2 raised to 1 പ്ലസ് 1 into 2 raised to 0. ഇനി എക്സ്പാൻഡ് ചെയ്യാം. 1 into 2 raised to 4. 2 raised to 4 means 16. 1 into 16, 16. Plus 2 cube means 8. 1 into 8, 8. Plus 0 into 4. 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതുന്നില്ല. 1 into 2 raised to 1. 2 raised to 1 means 2 into 1, 2. So 1 into 2, 2. Plus 1 into 2 raised to 0. 2 raised to 0 means 1. 1 into 1, 1. So 16 plus 8 plus 2 plus 1, that is equal to 27. അപ്പോൾ 11011 എന്ന ബൈനറി നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്താണ്? 27. ഒരു എക്സാമ്പിൾ നോക്കാം. 110010 ടു ഡെസിമൽ. അതിനെ കൺവേർട്ട് ചെയ്യണം. നമ്മൾ ആദ്യം ടേബിൾ വരച്ച് ഓരോ കറസ്പോണ്ടിങ് ബിറ്റിൻ്റെയും പൊസിഷൻ വെയിറ്റ് കാണണം. അപ്പോൾ 1 1 0 0 0 1 0. അപ്പോൾ നമ്മൾ എക്സ്ട്രീം റൈറ്റ് എന്ന് വേണം നമ്മൾ അതിൻ്റെ സ്ഥാനം എഴുതാൻ. അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ ബൈനറി നമ്പർ ആയതുകൊണ്ട് 2 raised to 0, 2 raised to 1, 2 square, 2 cube, 2 raised to 4, 2 raised to 5, 2 raised to 6. ഇനി ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 2 raised to 6 പ്ലസ് 1 into 2 raised to 5 പ്ലസ് 0 into 2 raised to 4 plus 0 into 2 cube plus 0 into 2 square plus 1 into 2 raised to 1 plus 0 into 2 raised to 0. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 into 2 raised to 6. 2 raised to 6 means 64. Plus 2 raised to 5. 2 raised to 5. 2 into 2 into 2 into 5 times നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ we got 32. 0 ഉള്ളത് നമുക്ക് എന്തും അറിയാം, ഒരു ഡിജിറ്റ് 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ്. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം ഈ 0 വരുന്ന ബിറ്റുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 1 into 2 raised to 1 എന്താണ്? 2. എഗെയിൻ 0 ആണ്. അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മാത്രം നമുക്ക് എടുത്താൽ മതി. കാരണം ഏതൊരു ഡിജിറ്റിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗോട്ട് 0. അപ്പോൾ നമുക്കത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യേണ്ട, നമുക്കത് അപ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്യാം ആ പോർഷൻസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 64 പ്ലസ് 32 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 98. അപ്പോൾ 110010 എന്ന കറസ്പോണ്ടിങ് ബൈനറി നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എത്രയാണ്? 98. കൺവേർട്ടിംഗ് ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ.
അപ്പോൾ നമ്മൾ ബൈനറി നമ്പറിൻ്റെ ഇൻറ്റീജർ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഡെസിമൽ ഭാഗം വരികയാണെങ്കിൽ ഒരു ഫ്രാക്ഷണൽ നമ്പറാണ് ഒരു ബൈനറിയിലേക്ക് വരുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. സോ അത് വളരെ സിമ്പിളായൊരു പ്രൊസീജിയറാണ്. നേരത്തെ നമ്മൾ അതിൻ്റെ വെയിറ്റ് അല്ലേ, അപ്പോൾ ഒരു നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ പൊസിഷൻ 0, 1, 2, 3, 4 പറയുന്ന പോലെ തന്നെ ആ നമ്പർ സിസ്റ്റത്തിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കാം -1, -2, -3 വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിലിൽ വരയ്ക്കാറ് അല്ലേ. നമ്പർ സിസ്റ്റം നമ്മൾ അടയാളപ്പെടുത്തുന്ന സമയത്ത് ഒരു സ്കെയിൽ വെച്ച് നമ്മൾ 0ൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ കേസിലും. ഇവിടെ ഒരു ഫ്രാക്ഷണൽ നമ്പർ സിസ്റ്റം, ഫോർ എക്സാമ്പിൾ പോയിന്റ് വെച്ച് ദശാംശമുള്ള നമ്പേഴ്സ് വരുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് പറയുന്നത് നമ്മൾ -1, -2, -3 വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ബൈനറി നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ 2⁻1, 2⁻2, 2⁻3 എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 0.101 കണ്ടോ, പോയിന്റ് ഫ്രാക്ഷൻ പാർട്ടാണ്. അപ്പോൾ പോയിന്റിന് ശേഷം വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ -1, -2, -3. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് എടുക്കുന്നതെങ്കിൽ 0, 1, 2, 3 പറഞ്ഞു പോകും. പോയിന്റിന് ശേഷം വരുമ്പോൾ -1, -2, -3. അപ്പോൾ നമ്മൾ നോക്കാം 101. അപ്പോൾ ഇവിടെ തന്നെ വേണം, കാരണം പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ വായിക്കുന്നത് ഇവിടുന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ 2⁻1, 2⁻2, 2⁻3. ബാക്കി പ്രൊസീജിയറെല്ലാം സെയിം ആണ്. നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യുന്നു. 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3. എന്താണ് 2⁻1 എന്ന് പറഞ്ഞാൽ? 2⁻1 മീൻസ് 1/2⁻1 എന്നാണ്. 2⁻1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2⁻1, അതായത് 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അങ്ങനെയാണ് ഇവിടെ 1 × 0.5 എന്താ വരിക? 0.5 പ്ലസ് 0 ആയതുകൊണ്ട് നമുക്ക് ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാം, കാരണം 0 വെച്ച് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും 0 തന്നെയാണ് കിട്ടുന്നത്. 1 × 2⁻3. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? 2⁻3 1 ഡിവൈഡഡ് ബൈ 2³ അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 1/2³ അല്ലെങ്കിൽ 1/8, 1 ഡിവൈഡഡ് ബൈ 8 എത്ര കിട്ടുന്നത്? 0.125. അപ്പോൾ 1 × 0.125 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.125. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.625. അപ്പോൾ 0.101 എന്ന നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ് 0.625. അപ്പോൾ രണ്ടും കൂടെ, അതായത് ഇൻഡിജർ പാർട്ടും ഫ്രാക്ഷൻ പാർട്ടുള്ള ഒരു ബൈനറി നമ്പറിനെ നമുക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ട് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 1010.11. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആദ്യം നമുക്ക് 1010 എഴുതാം. 1010 എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ എടുക്കുന്ന എക്സ്ട്രീം റൈറ്റ് എന്നാണ് അതിൻ്റെ സ്ഥാനം എഴുതുന്നത്. 2⁻0, 2⁻1, 2² 2³ നോർമൽ പ്രൊസീജിയർ. 1 × 2³ പ്ലസ് 0 × 2² പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2² അല്ലേ. 1 × 2³ 8 പ്ലസ് 0 ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 1 × 2⁻1 2, 8 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അത് 10 കിട്ടി. ഇനി നമുക്ക് ഈ ഒരു സ്ഥാനം വേണം, 0.11 അല്ലേ. അപ്പോൾ 11ൻ്റെ വെയിറ്റ് എങ്ങനെ എഴുതുക? അത് ഇവിടെ നിന്ന് വേണം. അപ്പോൾ ഇവിടെ 0 വെച്ച് തുടങ്ങി, അപ്പോൾ ഇവിടെ നിന്ന് -1 വെച്ച് തുടങ്ങണം. അപ്പോൾ 2⁻1 2⁻2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 2⁻1 പ്ലസ് 1 × 2⁻2. ഞാൻ നേരത്തെ പറഞ്ഞു 2⁻1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. 1/2 പറഞ്ഞാൽ 0.5. സോ 1 × 0.5 അങ്ങനെയാണ് 0.5 കിട്ടുന്നത്. ഇവിടെ എന്താ വരിക? 1 × 2⁻2. 2⁻2 മീൻസ് 1/2² ദാറ്റ് ഈസ് 1/4. 1/4 എത്രയാണ്? 0.25. സോ 1 × 0.25 0.25 രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.75. അപ്പോൾ ഇവിടെ 0.11 എന്ന് പറഞ്ഞാൽ ബൈനറി നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയ ഡെസിമലാണ് 0.75. അപ്പോൾ രണ്ടും കൂടെ എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? 10.75. 1010.11 എന്ന ബൈനറി നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ് 10.75. ഓക്കെ. ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. നമുക്കൊരു ഒക്ടൽ നമ്പറിന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന രീതി ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരേ രീതിയാണ്. ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സമ്മാണ്. അപ്പോൾ ഇവിടെ ഒക്ടൽ ആയതുകൊണ്ട് വെയിറ്റ് എന്തായിരിക്കും?
ബേസ് റേസ് ടു അതിൻ്റെ സ്ഥാനം. ബേസ് എന്താണ്? 8 ആണ്. അപ്പോൾ 8 റേസ് ടു 0, 8 റേസ് ടു 1, 8 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ബേസ് പോകുന്നത്, വെയിറ്റ് പോകുന്നത്. നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് 157 ഒക്ടൽ ഡിജിറ്റ് അല്ലേ, ബേസ് 8 ആയതുകൊണ്ട് ഒക്ടൽ ഡിജിറ്റ് ഡെസിമലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മളൊരു ടേബിൾ വരയ്ക്കുക. 157 ആ ഒക്ടൽ ഡിജിറ്റ് എഴുതുക. ഒക്ടലാണെന്ന് ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സ്ഥാനം എഴുതാൻ പറ്റുള്ളൂ. 8 ആണ് വരുന്നത് ബേസ് അല്ലേ. അപ്പോൾ 8 റേസ് ടു 0, റൈറ്റ് ലെഫ്റ്റിലേക്കാണ് സ്ഥാനം 0 വെച്ച് നമ്മൾ എഴുതുക. അപ്പോൾ 8 റേസ് ടു 0, 8 റേസ് ടു 1, 8 സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 8 റേസ് ടു 1 പ്ലസ് 7 ഇൻറ്റു 8 റേസ് ടു 0. 1 into 8 square. 8 square എത്രയാണ്? 8 into 8, 64. So 1 into 64, 64. Plus 5 into 8. എത്രയാ? 5 into 8. 8 raised to 1 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. 5 into 8, 40. Plus നമുക്കറിയാം ഏതൊരു ബേസ് റേസ് ടു 0 1 ആണ്. അപ്പോൾ 7 into 1, 7. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 111. ഇപ്പോൾ 157 എന്ന ഒക്ടൽ ഡിജിറ്റിൻ്റെ ഒക്ടൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയ ഡെസിമൽ നമ്പർ എന്താണ്? 111. ഓക്കെ, ഒരു നമ്പർ കൂടെ ചെയ്യാം. കൺവേർട്ട് 1005 ടു ഡെസിമൽ. സോ ഇസ് എൻ ഒക്ടൽ നമ്പർ. സോ നമ്മൾ വെയിറ്റ് ആദ്യം എഴുതുക. 1005. സോ വെയിറ്റ് എഴുതുന്ന സമയത്ത് 8 റേസ് ടു 0, 8 റേസ് ടു 1, 8 സ്ക്വയർ, 8 ക്യൂബ്. So while expanding, 1 into 8 cube plus 0 into 8 square plus 0 into 8 raised to 1 plus 5 into 8 raised to 0. 0 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ 8 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 into 8 into 8 that is equal to 512 plus 0 ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. 5 into 8 raised to 0, 1. 5 into 1, 5. So that is equal to 517. സോ 1005 എന്ന ഒക്ടൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഡിജിറ്റ് ഡെസിമൽ നമ്പറാണ് 517. ഹെക്സാ ഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെയിം പ്രൊസീജിയർ. ഹെക്സാ ഡെസിമൽ ആയതുകൊണ്ട് ബേസ് 16 ആണ്. അപ്പോൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ 16 റേസ് ടു 0, 16 റേസ് ടു 1, 16 സ്ക്വയർ, 16 ക്യൂബ് അങ്ങനെ പോകും. നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് സമ്മ് ചെയ്യുന്ന രീതിയാണ് ഹെക്സാ ഡെസിമലിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. കൺവേർട്ട് എ ബി നമുക്കറിയാം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ മാത്രമേ ABCDEF വരെ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ AB എന്ന് പറയുമ്പോൾ നമ്മൾ AB എന്ന് വായിക്കെങ്കിൽ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എഴുതണം. അപ്പോൾ AB അത് നമ്മളതിൻ്റെ ടേബിൾ വരയ്ക്കുക. AB അതിൻ്റെ മുകളിൽ അതിൻ്റെ സ്ഥാനം എഴുതുക. വെയിറ്റ് എഴുതുക. വെയിറ്റ് ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 16 ആണ് ബേസ്. 16 റേസ് ടു 0, 16 റേസ് ടു 1. സോ നമുക്കറിയാം A എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പോൾ നമ്മളിവിടെ A എന്നല്ല എഴുതാം, ഇക്വലൻ്റ് 10 എന്ന് എഴുതും. 10 into 16 റേസ് ടു 1 പ്ലസ് 11 into 16 റേസ് ടു 0. ബിയുടെ വാല്യൂ എത്രയാണ്? 11 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക. 16 റേസ് ടു 1 എന്ന് പറയുന്നത് എത്രയാ? 16. 16 into 10, 160 പ്ലസ് 11 into 16 റേസ് ടു 0, 1. 11 into 1, 1. സോ യു ഗോട്ട് 171. 171 ആണ് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ. One more. Convert 2D5 to decimal. നമ്മൾ സ്ഥാനം എഴുതാം. 2D5 എന്ന് പറയുമ്പോൾ 16 റേസ് ടു 0, 16 റേസ് ടു 1, 16 സ്ക്വയർ. D എന്ന് പറയുമ്പോൾ ഇക്വലൻ്റ് ആയിട്ട് ഡിജിറ്റ് എത്രയാണ്? 13 അല്ലേ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 into 16 സ്ക്വയർ പ്ലസ് 13 into 16 റേസ് ടു 1 പ്ലസ് 5 into 16 റേസ് ടു 0. ഓക്കെ, അപ്പോൾ 16 റേസ് ടു 0, 16 സ്ക്വയർ, 16 into 16 into 2, you got 512. Plus 13 into 16, you got 208. Plus 5 into 1, 5. So, equivalently we got the result 725. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സമ്മ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ഡിജിറ്റുകളും കൂടെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ദ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ നമ്പർ സിസ്റ്റത്തിൻ്റെയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് റേസ് ടു അതിൻ്റെ പ്ലേസ് വാല്യൂ, അതിൻ്റെ സ്ഥാനം.